ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പോളാർ അറേയാണ്. അറേയിലെ ഒരു ഓപ്ഷനാണ് പോളാർ അറേ. ഇത് നമ്മൾക്ക് ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹോം ആ ബാറിൽ നമ്മൾ ഇവിടെ അറേ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷനാണ് പോളാർ അറേ എന്ന് പറയും. സോ പോളാർ അറേ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു പോയിൻ്റ്, ഈ ഒരു സർക്കിളിന് ചുറ്റും ഒബ്ജക്റ്റിനെ സർക്കുലർ പാറ്റേണിൽ കോപ്പി ചെയ്തിട്ട് ഫുൾ വെക്കണം. ഈക്വൽ ഡിസ്റ്റൻസിൽ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് പോളാർ അറേ. സോ ഞാനിപ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഞാൻ പോളാർ അറേ ക്ലിക്ക് ചെയ്തു. സോ അപ്പോൾ അവർ ചോദിക്കും സ്പെസിഫൈ എൻ്റെ സെൻറ്റർ പോയിൻ്റ് ഓഫ് അറേ. സോ ഞാൻ ഇവിടെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഒരു 1 2 3 4 ഇപ്പോൾ എത്രയാണ്, ഒരു 6 നമ്പേഴ്സ് കറക്റ്റ് അതിൻ്റെ ആ എഡ്ജസിൽ കണ്ടോ, കറക്റ്റ് വന്നിട്ടുണ്ട്. സോ എനിക്കിത് 6 ഐറ്റംസ് മതിയെങ്കിൽ ഞാൻ എൻ്റർ കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇനി എനിക്ക് 6 റെക്റ്റാങ്കിൾ അല്ല വേണ്ടതെങ്കിൽ വീണ്ടും ഞാൻ ഇതൊരു കറക്റ്റ് കണ്ടിന്യൂസ് ഒരു പാറ്റേൺ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യാൻ മതി. ഒരു ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ എല്ലാം ഓരോ ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സർക്കിൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സർക്കിൾ ഡിലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കൺട്രോൾ സർക്കിൾ വന്നിട്ടുണ്ട്. ഇതിപ്പം നെക്സ്റ്റ് എന്താണ്, ഞാനിത് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഐറ്റം 6 നിങ്ങൾ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഐറ്റം 6 ബിറ്റ്വീൻ 60 ആൻഡ് ഫിൽ 360. ഫിൽ 360 എന്നുള്ളത് ഈ 360നെയാണ് കാണിക്കുന്നത്. അതായത് ഫുൾ ആംഗിൾ വരുന്നതിനെയാണ് 360 എന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി വേണ്ടത് 60. അതെനിക്കൊരു ഗ്യാപ്പ്. ഇത് ആക്ച്വലി എന്താ 60 വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻ 60 ആണ്. അതുകൊണ്ടാണ് അവിടെ 60 വന്നത്. സോ എനിക്ക് ഒരു റെക്റ്റാങ്കിളും ഈ ഒരു ഗ്യാപ്പ്, അടുത്ത റെക്റ്റാങ്കിൾ എനിക്ക് 3 mm ഗ്യാപ്പിലാണ് എനിക്ക് ഇനിയുള്ള ഹോൾ സർക്കിളിൽ എല്ലാ റെക്റ്റാങ്കിളും പ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബിറ്റ്വീൻ 63 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐറ്റംസ് എന്ത് ചെയ്യണം, ഞാനൊരു 20 കൊടുത്തപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് ഇത് ഗ്യാപ്പ് കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ 25 കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അഗെയിൻ ഫില്ല് നോക്കിയേ 315 മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വരും. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, 360 കൊടുത്തതിന് ശേഷം നിങ്ങൾ വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് അത് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഡിസ്റ്റൻസിൽ നിങ്ങൾ നമ്പർ ഓഫ് ഐറ്റംസ് വെച്ചിട്ട്, ഇപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു 60 ഈ ഒരു റെക്റ്റാങ്കിൾ ഇത് ഫുൾ കവർ ചെയ്തിട്ട് വേണം എന്നായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റോസ് മാറ്റി കൊടുക്കാം, ബിറ്റ്വീൻ, ടോട്ടൽ ഇതെല്ലാം മാറ്റി കൊടുത്ത് ഇവിടെയുള്ള ഇതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫിൽസ് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ 360. അത് ഈ ആംഗിളാണ്. 360 കൊടുത്താൽ മാത്രമേ ഫുൾ എന്ത് ചെയ്യത്തുള്ളൂ, ഫുൾ നമുക്ക് കവർ ചെയ്ത് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇതെല്ലാം ഐറ്റംസ്, ഇപ്പം നിങ്ങൾക്ക് ഐറ്റംസ് കുറയ്ക്കുവാണെങ്കിൽ ഗ്യാപ്പിൻ്റെ എണ്ണം കൂടും. അപ്പം നിങ്ങൾ ബിറ്റ്വീൻ നിങ്ങൾക്ക് 18 ആവും. അത് ഗ്യാപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ ബിറ്റ്വീൻ ആ നമ്പേഴ്സ് എല്ലാം നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ 20, എനിക്ക് 3 mm ഗ്യാപ്പ്, അത് കറക്റ്റ് 2 റെക്റ്റാങ്കിൾ തമ്മിൽ ടച്ച് ചെയ്തിരിക്കണം. സോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു നേരത്തെ ഇത് കൊടുത്തത്. സോ എനിക്ക് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരെ 24 ആയപ്പോഴും ചെറിയ ഗ്യാപ്പുണ്ട്. സോ ഞാൻ 25 കൊടുത്ത സമയത്ത് എനിക്ക് കറക്റ്റ് ടച്ച് ചെയ്ത രീതിയിൽ വന്നു. സോ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ബിറ്റ്വീൻ ഫില്ല് ഇത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത്, ഏത് ഡയമെൻഷനിലാണോ, എത്ര ഐറ്റംസ് ആണോ വേണ്ടത്, ആ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.